ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. പുതിയ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ പ്രധാന ശുചീകരണ കേന്ദ്രമായി ഷൊർണൂർ മാറുന്നു. യാത്രക്കാർക്ക് മികച്ച ശുചിത്വം ഉറപ്പാക്കാൻ 45ഓളം തൊഴിലാളികളെ വിന്യസിച്ചാണ് റെയിൽവേ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുന്നതോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഈ ട്രെയിനിന്റെ പ്രധാന ശുചീകരണ കേന്ദ്രമായി മാറുന്നു. 320 കിലോമീറ്ററിലധികം ദൂരം പിന്നിട്ട് ഷൊർണൂരിലെത്തുമ്പോൾ ട്രെയിനിന്റെ ബോഗികൾ പൂർണ്ണമായും വൃത്തിയാക്കാനുള്ള വിപുലമായ സജ്ജീകരണങ്ങളാണ് റെയിൽവേ ഒരുക്കിയിട്ടുള്ളത്. 22 കോച്ചുകളുള്ള ട്രെയിനിൽ ഓരോ ബോഗിയിലും 2 തൊഴിലാളികൾ വീതമാകെ 45ഓളം പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ശുചിമുറികളിൽ വെള്ളം നിറയ്ക്കുന്നതിനൊപ്പം ബോഗികൾ അകവും പുറവും വൃത്തിയാക്കാൻ ഷൊർണൂരിൽ മാത്രമാണ് ഇത്രയധികം സൗകര്യമുള്ളത്. അതിനാൽ തന്നെ മറ്റ് സ്റ്റേഷനുകളെ അപേക്ഷിച്ച് കൂടുതൽ സമയം ട്രെയിൻ ഷൊർണൂരിൽ നിർത്തിയിടുമെന്നാണ് കണക്കാക്കുന്നത്. നാഗർകോവിലിൽ നിന്നും ചൊവ്വാഴ്ചകളിൽ പുറപ്പെട്ട് ബുധനാഴ്ച രാവിലെ മംഗളൂരുവിലെത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കോട്ടയം, ഷൊർണൂർ വഴി പോകുന്ന ഈ ട്രെയിനിന് ആകെ 19 സ്റ്റോപ്പുകളാണുള്ളത്. ഓരോ സ്റ്റേഷനിലെയും കൃത്യമായ സമയക്രമം റെയിൽവേ ഉടൻ പ്രഖ്യാപിക്കും. 11 ജനറൽ കോച്ചുകളും 8 സ്ലീപ്പർ കോച്ചുകളും ഉൾപ്പെടെ ആധുനിക സംവിധാനങ്ങളുള്ള അമൃത് ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ആഴ്ചയിൽ ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് ഈ സർവീസ് ലഭ്യമാക്കുക. ന്യൂസ് ഡെസ്ക് CCV.